നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നാരങ്ങയൊക്കെ ചേർത്തിട്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള അവലിൻ്റെ ഒരു റെസിപ്പി എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. നമ്മൾ നോർമലി ഈ അവലൊക്കെ എപ്പോഴും മധുരം ചേർത്തിട്ടാണ് റെഡിയാക്കി എടുക്കാറ്. ഈ റെസിപ്പിയിൽ നമ്മൾ നാരങ്ങയൊക്കെ ചേർത്തിട്ട് കുറച്ച് നല്ല പുളിപ്പൊക്കെ ആയിട്ട് വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ഈ റെസിപ്പിക്കൊക്കെ എപ്പോഴും വെള്ള അവലാണ് നല്ല ടേസ്റ്റ് തരുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു നാരങ്ങ, 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി എങ്ങനെ റെഡിയാക്കി എടുക്കാം നോക്കാം. നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതുകൂടെ എടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഒരു സ്ട്രെയിനറിലേക്ക് ഈ അവൽ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒരു സ്ട്രെയിനറിലിട്ട് ജസ്റ്റ് ഇതിന് മേലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇതിങ്ങനെ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതൊരു 10 മിനിറ്റ് അങ്ങനെ വെച്ചേക്കാം. ഇപ്പോൾ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഇതിനടിയിലുള്ള പാത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അവലിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിയിൽ അവലൊന്നും ഒട്ടും കുഴഞ്ഞു പോവുകയില്ല. നമുക്കിനി ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 2 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വറുക്കാത്ത കപ്പലണ്ടി ആണെങ്കിൽ ആദ്യമേ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ കടലപ്പരിപ്പ് ഉഴുന്നൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാള ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നാൽ മതിയാവും. ഒരുപാട് വഴന്ന് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ആവശ്യത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഈ മഞ്ഞളിൻ്റെ പച്ച മണം ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ നീരിൽ നിന്ന് പകുതി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അവൽ ഇതേപോലെ സ്ട്രെയിനറിലിട്ട് വാഷ് ചെയ്തെടുത്തത് കൊണ്ട് ഇതൊന്നും ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള നാരങ്ങ നീരോട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം കൂടെ
ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും നാരങ്ങയും ഉപ്പും കായവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ള മിക്സ് ഈ അവലിൻ്റെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഈ ഒരു മിക്സ് അവലിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിടാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഒരുപാട് ഇല്ലാത്തത് കൊണ്ട് ഞാനിതിൽ ചേർക്കുന്നില്ല. ഇപ്പം നമ്മുടെ അവൽ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഈ നാരങ്ങയുടെ പുളിപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു റെസിപ്പിയാണിത്. നമ്മുടെ ലെമൺ റൈസ് പോലൊക്കെ തന്നെ അവൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അവലൊന്നും ഒന്നിൽ തൊടാതെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ആലു ഭുജ കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ആലു ഭുജ ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ മിക്സ്ചർ ചേർത്താലും മതിയാവും. എരിവുള്ളതോ എരിവില്ലാത്തതോ ആയിട്ടുള്ള മിക്സ്ചർ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രഞ്ചിനെസ്സും കൂടെ ആകുമ്പോൾ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മിക്സ്ചറോ ആലു ഭുജിയോ ഇതിന് മേലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2 നാരങ്ങയുടെ കഷ്ണം കൂടെ വെച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങയും അവലും ചേർത്തിട്ടുള്ള ഡിഷ് റെഡി ആയി കഴിഞ്ഞു. നല്ല ക്രഞ്ചിയുമാണ്, ടേസ്റ്റിയുമാണ്. ഇതിൽ ഫ്ലേവറെല്ലാം പെർഫെക്റ്റായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ 1 കപ്പ് ചായയോ 1 കപ്പ് കോഫിയോ കൂടെ എടുത്തിട്ട് ഈ ഒരു ഡിഷും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ഡേ നല്ല ബ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഈ റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ.